രേവന്ത് റെഡ്ഡിയുടെ തട്ടകമായ കൊടാങ്കലിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രീനിവാസ റെഡ്ഡിയുടെ നേതൃത്വത്തിലാണ് അല്ലു അർജുന്റെ വീട് ആക്രമിച്ചത്. ഇയാൾക്ക് മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ സഹിതം പ്രചരിക്കുകയാണ്. ആക്രമണത്തെ രേവന്ത് റെഡ്ഡി അപലപിച്ചതിന് പിന്നാലെയാണ് ഫോട്ടോകൾ പ്രചരിക്കുന്നത്. അല്ലു അർജുനെതിരെ സർക്കാർ സ്പോൺസേഡ് തീവ്രവാദമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചു. അതിനിടെ ആക്രമണത്തിൽ അറസ്റ്റിലായ 6 പേർക്കും നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അല്ലു അർജുന്റെ വാദങ്ങളെ തള്ളുന്ന തെളിവുകളാണ് ഹൈദരാബാദ് പോലീസ് ഇന്നലെ പുറത്തുവിട്ടത്. റോഡ് ഷോ നടത്തിയിട്ടില്ല, യുവതി മരിച്ച വിവരം അറിഞ്ഞത് പിറ്റേ ദിവസമാണ്, തിയേറ്ററിൽ വെച്ച് പോലീസ് തന്റെ അടുത്തു വന്നിട്ടില്ല എന്നീ വാദങ്ങളായിരുന്നു അല്ലു ഉയർത്തിയത്. എന്നാൽ തിയേറ്ററിലെ CCTV ദൃശ്യങ്ങളിൽ ഇതെല്ലാം പൊളിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. യുവതി മരിച്ച വിവരം അറിഞ്ഞിട്ടും അല്ലു അർജുൻ സിനിമ കാണുന്നത് തുടർന്നുവെന്നാണ് പോലീസ് പറയുന്നത്. തുറന്ന വാഹനത്തിൽ അല്ലു അർജുൻ വരുന്നതും ദൃശ്യങ്ങളിൽ കാണാം. നടന്റെ സുരക്ഷാ ജീവനക്കാർ ആളുകളെ തള്ളി തിക്കും തിരക്കും ഉണ്ടാക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് കാര്യങ്ങൾ കൈവിട്ടുപോയത്. സിനിമ പൂർത്തിയായതിനു ശേഷം അല്ലു അർജുനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതും പോലീസുകാർ തന്നെയാണ്. CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് അല്ലു അർജുൻ. നടനെ പിന്തുണച്ചും എതിർത്തും ആളുകൾ രംഗത്തു വന്നതോടെ ചേരിതിരിഞ്ഞുള്ള വിവാദമാണ് തെലങ്കാനയിൽ നടക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ഹൈദരാബാദ്.